Hi children, once again welcome back to the English class. Today we are discussing the activities in the lesson The Song of Songs, activity 8 and 9. So let us start the activity 8. Read the passage given below. Here is a passage. Now I will read the passage. Akbar listens to Tansen every day. He thinks Tansen has the most wonderful voice in the whole world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru Sant Haridas. Akbar wants to listen to him. They go in search of the guru. When Tansen and the emperor reach his hut, they find him busy with his daily course. The guru refuses to sing before Akbar. Tansen sings before the guru and makes a deliberate mistake. Sant Haridas corrects Tansen and sings a raga. The melody of his voice spreads across the forest. So, it's the passage. Now, you have to identify the subject of each sentence in the above paragraph and write whether they are singular or plural. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാസേജ് നിങ്ങൾ റീഡ് ചെയ്യുക. ഇതിലുള്ള ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നീട് ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടെത്തുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. 3 ബോക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സബ്ജക്റ്റിൻ്റെ ബോക്സാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റ് ഏതാണെന്ന് പിക്ക് ഔട്ട് ചെയ്തിട്ട് എഴുതണം. ദെൻ നെക്സ്റ്റ് കോളം സിംഗുലർ, ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് അതിൽ യെസ് എന്ന് എഴുതണം. സിംഗുലർ ആണെങ്കിൽ യെസ് എന്ന് ആ കോളത്തിൽ എഴുതാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ. പിന്നെ മൂന്നാമതൊരു കോളം ഉള്ളത് പ്ലൂറൽ ആണ്. ആ ബോക്സിലും ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ്, നിങ്ങൾ ഓരോ സെൻറ്റൻസിൽ നിന്നും എടുക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആ കോളത്തിലാണ് നിങ്ങൾ യെസ് എന്ന് എഴുതേണ്ടത്. ഓക്കെ, വൺ എക്സാമ്പിൾ ഈസ് ഗിവൺ ഹിയർ. അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. ഇത് ആ പാസേജിലുള്ള ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? അക്ബർ ആണ്. ഈ അക്ബർ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ സിംഗുലർ കോളത്തിൽ യെസ് എന്ന് എഴുതാം. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനദർ സെൻറ്റൻസ് ഇൻ ദിസ് പാസേജ്, ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദി ഗുരു. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ദേ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദേ എന്ന് പറയുന്നത് നമുക്ക് ആ സബ്ജക്റ്റ് നോക്കിയാൽ അറിയാം അത് പ്ലൂറലാണ് അല്ലേ. ദേ എന്ന് പറയുമ്പം അവർ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അക്ബർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് സിംഗുലർ എന്ന് പറയാൻ കാരണം. ദേ എന്ന് പറയുമ്പോൾ അവറാണ്, അപ്പോൾ അത് പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ പ്ലൂറലിൻ്റെ കോളത്തിലാണ് യെസ് എന്ന് എഴുതേണ്ടത്. അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും കണ്ടുപിടിക്കുക, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എങ്കിൽ ആ കോളത്തിൽ നിങ്ങൾ യെസ് എന്ന് എഴുതുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ടിവിറ്റി 8 തന്നെ സി ആണ്. നമ്മളിപ്പോൾ ബി ആണ് ചെയ്തത്. സി. നൗ ഐഡൻറ്റിഫൈ ദ വേർബ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂറൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് നന്നായി റീഡ് ചെയ്യുക. നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത സെൻറ്റൻസുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് സബ്ജക്റ്റാണ് നമ്മൾ എടുത്ത് എഴുതിയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട വേർബ്, ഓരോ സെൻറ്റൻസിലെ വേർബ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് വേർബിൻ്റെ കോളത്തിൽ എഴുതാം. എന്നിട്ട് ആ വേർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടുപിടിച്ചിട്ടാണ് എഴുതേണ്ടത്. ഐഡൻറ്റിഫൈ ദ വേർബ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂറൽ. ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വേർബ്സ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂറൽ വേർബ്സ്. എക്സാമ്പിൾ, അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദി ഗുരു. ഇപ്പോൾ ഇവിടെ നോക്കാം, 2 സെൻറ്റൻസ് നോക്കാം നമുക്ക്. അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ എന്ന് പറയുമ്പം അക്ബർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വേർബ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലിസൺസ് എന്നുള്ളത് സിംഗുലർ വേർബാണ്. ഇതിലെ മെയിൻ വേർബ് എന്ന് പറയുന്നത് ലിസൺ എന്നുള്ളതാണ്. അക്ബർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ആ മെയിൻ വേർബിന് എസ് ചേർത്തിരിക്കുന്നത്. ലിസൺ എന്നുള്ളതിന് എസ് ചേർത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദി ഗുരു. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്. ദേ പറയുമ്പം അവർ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതിൻ്റെ വേർബ് നോക്കുക, ഗോ. അപ്പോൾ ഇവിടെ പ്ലൂറൽ വേർബാണ്
നമ്മൾ എടുത്തിരിക്കുക. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബും എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇവിടെയും 3 കോളം കാണാം. വേർബിൻ്റെ കോളത്തിൽ നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് വേർബുകൾ സെലക്ട് ചെയ്തിട്ട് എഴുതുക. അത് ബാക്കി 2 കോളം സിംഗുലർ പ്ലൂറൽ എന്നുള്ള കോളാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിംഗുലർ ആണെങ്കിൽ യെസ് എന്ന് എഴുതാം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറലിൻ്റെ കോളത്തിൽ യെസ് എന്ന് എഴുതാം. ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വേർബിൻ്റെ കൂടെ എന്ത് വരുന്നില്ല? എസ് ഓർ ഇ എസ് ഒന്നും വരുന്നില്ല. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. ഇതിലുള്ള എല്ലാ സെൻറ്റൻസുകളും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആണെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നൗ we have to move to the next page number 61. Do the remaining part. D. Replace the subject of the sentences with the words given in brackets and rewrite the sentences. ഇവിടെ ഒരു 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യണം. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത സബ്ജക്റ്റിനെ മാറ്റിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് വരും എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലെറ്റ് us read the example. അക്ബർ ലിസൺസ് ടു ടാൻസൺ എവറി ഡേ. അക്ബർ ലിസൺസ് ടു ടാൻസൺ എവറി ഡേ എന്ന് ഉള്ള ആ സെൻറ്റൻസിൽ അക്ബർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, ലിസൺസ് എന്ന് പറയുന്നത് വേർബാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു റീപ്ലേസ് ദ സബ്ജക്റ്റ് അക്ബർ ഇൻറ്റു അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ്. അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് എന്നാണ് നമ്മൾ ഇനി സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടോ, ചേഞ്ചസ് വരുന്നില്ലേ എന്ന് നോക്കാം. അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് listen to Tanzan every day. So you have to note it. This ആദ്യത്തെ സെൻറ്റൻസിൽ വേർബിൻ്റെ ചേഞ്ചസ് നോക്കാം. വേർബ് ലിസൺസ് എന്നാണ്. രണ്ടാമത്തെ സെൻറ്റൻസിലായപ്പം അത് ലിസൺ എന്ന് മാറി, എസ് ഒഴിവായിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻ ദി സെക്കൻഡ് സെൻറ്റൻസ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, ദെൻ പ്ലൂരൽ വേർബ്. അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് എന്ന് പറയുമ്പം ഒരാളല്ലല്ലോ, അക്ബറും കോർട്ടിയേഴ്സും. അപ്പം ഒന്നിൽ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂരലായി മാറി. ഇതേപോലെ ബാക്കിയുള്ള സെൻറ്റൻസും നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് എഴുതണം. വൺ മോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ ഫോർ യു. ഹീ തിങ്സ് ടാൻസൺ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി വേൾഡ്. ഹീ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ദേ. അതിന് പകരം ദേ ആണ്. ഹീ പറയുമ്പം അവൻ, ഒരാളേ ഉള്ളൂ. ദേ പറയുമ്പം അവരാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് വരാൻ? ദേ തിങ്ക് ടാൻസൺ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി ഹോൾ വേൾഡ്. ദേ വന്നതുകൊണ്ട് തിങ്സിൻ്റെ എസ് നമ്മൾ ഒഴിവാക്കി. ഇതേപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ, ബാക്കി 3 സെൻറ്റൻസ് കൂടി നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് എഴുതാം. നൗ ലെറ്റ് us ഡിസ്കസ് ആക്ടിവിറ്റി 9. A. Read the following sentence from the story The Song of Songs. Very well, Ustadji, said Akbar, smiling into Tanzan's half-scared eyes. If he doesn't come, I shall go to him myself. If he doesn't come, I shall go to him myself is a conditional sentence. ഇപ്പം ഞാൻ റീഡ് ചെയ്ത ആ സെൻറ്റൻസ് സോങ് ഓഫ് സോങ്സിലുള്ളതാണ്. അതിലുള്ള ഈഫ് ക്ലോസ് സെൻറ്റൻസ് ആണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് പറഞ്ഞത്. ഈഫ് ഹീ ഡസിൻ കം ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്. അക്ബർ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ ഷാൾ ഗോ ടു ഹിം മൈസെൽഫ്, ഞാൻ സ്വയം അദ്ദേഹത്തെ പോയി കാണും എന്നാണ് പറയുന്നത്. അപ്പം ഒരു കണ്ടീഷൻ വെച്ചിട്ട് സംസാരിക്കുന്നതിനാണ് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വേറൊരു കാര്യം നടക്കും എന്നുള്ള ഒരു രീതിയിലുള്ള സംസാരമാണ് നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ ഉണ്ടാവാൻ. നൗ യു ഹാവ് ടു റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ. ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അനിൽ, ജോയ് തമ്മിലുള്ള കോൺവെർസേഷനാണ്. So let us read the conversation. Anil and Joy are both fans of music. They are talking about a music competition which they are going to watch. Let us listen to their conversation. I think Shankar will win this competition. If he wins, he will get an opportunity to sing in films. If he sings in films, he will certainly become famous. No, I don't think so. I hope Ashwati will be the winner. She will get an apartment. If she wins the competition, she comes from a very poor family.
അപ്പോൾ ഇവിടെ നോക്കാം, ഇത് ഇവർ രണ്ട് അനിലിൻ്റെയും ജോയിൻ്റെ കോൺവെർസേഷനാണ്. ഇതിലും നമ്മൾ മുകളിൽ പറഞ്ഞ പോലെയുള്ള കണ്ടീഷണൽ സെൻറ്റൻസ് ധാരാളം വന്നിട്ടുണ്ട്. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഈഫ് ക്ലോസസ് ഇൻ ദി കോൺവെർസേഷൻ എബോവ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ആൻഡ് എക്സാമിൻ ദം കെയർഫുള്ളി. എങ്ങനെ നമ്മൾ ഈ രണ്ടുപേരും പറഞ്ഞ കോൺവെർസേഷനിലുള്ള ഈഫ് ക്ലോസ് സെൻറ്റൻസസുകൾ, ഈ കണ്ടീഷണൽ സെൻറ്റൻസുകൾ നമ്മൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് എഴുതണം. ഏതൊക്കെയാണ് വരുന്നത്? ആദ്യത്തെ ആൾ കോൺവെർസേഷൻ നോക്കാം. If he wins, he will get an opportunity to sing in films. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. അതിൽ തന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ. If he sings in films, he will certainly become famous. അപ്പോൾ രണ്ട് സെൻറ്റൻസ് കിട്ടി. അതേപോലെ ഈ മൂന്നാമത്തേൽ നിന്നും കണ്ടുപിടിച്ചിട്ട് രണ്ടാമത്തെ കോൺവെർസേഷൻ നോക്കാം. ജോയ് പറഞ്ഞ കോൺവെർസേഷൻ നോക്കാം. എന്താണ് വരുന്നത്? ഷീ വിൽ ഗെറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് ഈഫ് ഷീ വിൻസ് ദ കോമ്പറ്റീഷൻ. അല്ലേ? അവൾക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടും അവൾ കോമ്പറ്റീഷൻ വിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പം 3 സെൻറ്റൻസുകൾ കിട്ടി. അത് 3 സെൻറ്റൻസും നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഹിയർ look at the next page 62. Language note. To express a possible future action or situation, the simple present tense is used in the if clause, and will or won't, will not, or any appropriate modal auxiliary is used in the main clause. If he wins, he will get an opportunity to sing in films. We can place the if clause at the beginning or at the end of such a conditional sentence. അപ്പം if ക്ലോസ് വരുന്ന സെൻറ്റൻസുകളെ നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. കണ്ടീഷണൽ സെൻറ്റൻസിൽ 2 ക്ലോസസ് ഉണ്ടാവും. ഒന്ന് ഈഫ് ക്ലോസും രണ്ടാമത്തത് മെയിൻ ക്ലോസും ആണ്. ഒന്നുകിൽ ഈഫ് ക്ലോസ് കൊണ്ട് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ 3 സെൻറ്റൻസിൽ 2 സെൻറ്റൻസ് ഈഫ് ക്ലോസ് വെച്ചിട്ടാണ്, ഈഫ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മൂന്നാമത്തെ സെൻറ്റൻസ് മെയിൻ ക്ലോസ് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവിടെ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കാം. അരുൺ ആൻഡ് ജോയ് ആർ ഓൺ ദ വേ ടു സ്റ്റേഡിയം. അവർ പിന്നെ കോമ്പറ്റീഷൻ കാണാൻ പോകണമല്ലോ, സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയാണ്. ദേ മിസ് ദ ബസ്. ദ നെക്സ്റ്റ് ബസ് ഈസ് ഓൺലി ആഫ്റ്റർ an hour. Their friend Rita talks to them. If I were you, I wouldn't wait for the bus. I would walk. We don't have time. If we walked, it would take us an hour to reach the. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ഒന്നാണിത്. അത് നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൻറ്റൻസ് ഈഫ് ക്ലോസിലുള്ള സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ക്ലോസ് എന്താണ്, വില്ല് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. വില്ലിന് പകരം മറ്റുള്ള മോഡൽ ഓക്സിലറീസും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മറ്റുള്ള മോഡൽ ഓക്സിലറീസ് എന്ന് പറയുമ്പം ഷാൾ, ക്യാൻ, മേ വരുന്ന ഓക്സിലറീസ് ആണ്. വേറെയും ഒരുപാട് ഓക്സിലറീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് വില്ലും ഷാളും ഒക്കെ ആണ് ഉണ്ടാവാൻ. ക്യാന്, മേ ഇതൊക്കെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ വില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം എന്ത് യൂസ് ചെയ്യാം? വില്ലിന് പകരം മേ യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം, ഷാൾ യൂസ് ചെയ്യാം. അപ്പം അത് വേറെ ഏത് ഓക്സിലറീസ് ആണെങ്കിലും പിന്നെ ഈഫ് ക്ലോസ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ ആ ഫസ്റ്റ് ഫോം തന്നെ വരുള്ളൂ. ഇപ്പം മേ ആണെങ്കിൽ മേയേ വരുള്ളൂ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യില്ല. ക്യാൻ ആണെങ്കിൽ ക്യാന്, ഷാൾ ആണെങ്കിൽ ഷാള്. പിന്നെ നമ്മൾ അതോടൊപ്പം എന്താണ് പിന്നെ വേർബ് നോക്കുക, മെയിൻ വേർബ് നോക്കുക. ഹീ വിൽ ഗെറ്റ് എന്ന് പറഞ്ഞപ്പോൾ V1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മാറ്റം നോക്കുക. ഈഫ് ഐ വർ യു എന്ന് പറയുമ്പം അത് ഈഫ് ക്ലോസ് പ്രസൻറ്റ് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. ഈ ഐ വേർ യു എന്ന് പറഞ്ഞു. വേർ എന്ന് പറയുമ്പോൾ ഏതാണ് വേർബ്? പാസ്റ്റ് ആണ്. ഐ വുഡിൻ വെയിറ്റ്. അപ്പം വില്ല് എന്തായി മാറി? വുഡായി മാറി. ഐ വുഡിൻറ്റ് വെയിറ്റ്, ഞാൻ വെയിറ്റ് ചെയ്യില്ല ഫോർ ദ ബസ്. ഐ വുഡ് വോക്ക്, ഞാൻ വോക്ക് ചെയ്യും. ഐ വുഡ് എന്ന്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കോൺവെർസേഷൻ നോക്കാം. വി ഡോണ്ട് ഹാവ് ടൈം ഈഫ് വി വോക്ക്ഡ്. ഈഫ് വി വോക്ക്ഡ് എന്ന് പറയുമ്പോൾ ഈഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയി, സിമ്പിൾ പാസ്റ്റായി മാറി. ഇറ്റ് വുഡ് ടേക്ക് അസ് ആൻ അവർ ടു റീച്ച് ദർ. അപ്പം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് ഉള്ള പിന്നെ എന്താണ് വില്ല്, ക്യാന്,
ഷാള് മേ എന്നൊക്കെ പറയുന്നത് എന്തായി മാറും? അതൊക്കെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യണം. വില്ല് വുഡായി മാറും, ഷാൾ ഷുഡായി മാറും, ക്യാൻ കുഡായി മാറും, മേ മൈറ്റ് ആയിട്ട് മാറും. പിന്നെ മെയിൻ വേർബ് നോക്കുക. ആ മെയിൻ വേർബിന് ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈ വി വോക്ക്ഡ് ഇറ്റ് വുഡ് ടേക്ക്. ടേക്ക് എന്ന് പറയുമ്പോൾ വേർബ് വൺ തന്നെയാണ്, വി വൺ തന്നെയാണ്. ഫസ്റ്റ് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, ടേക്കിൻ്റെ ഫസ്റ്റ് ഫോമാണത്. ടേക്ക്, ടുക്ക്, ടേക്കണാണ്. അപ്പോൾ ടേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം, ടുക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം, ടേക്കൺ എന്ന് പറയുമ്പോൾ തേർഡ് ഫോമാണ്. അപ്പോൾ വി വൺ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് സിയിലേക്ക് നോക്കാം. Okay, now let us choose two conditional sentences and compare them with the first type of conditional that you have already learned. So here, first type and second type conditional sentences. First type of conditional sentence. Example, if we walk, it will take us an hour to reach there. ഫസ്റ്റ് ടൈപ്സ് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. പിന്നെ മെയിൻ ക്ലോസ് എങ്ങനെയാണ് വരിക? സബ്ജക്റ്റ് പ്ലസ് വില്ലോർ ഷാളോർ ക്യാനോർ മേ പ്ലസ് വി വൺ ആണ് വരിക. ഇത് തന്നെ നമ്മൾ ടൈപ്പ് 2ലേക്ക് മാറ്റുകയാണെങ്കിൽ, ഇതേ സെൻറ്റൻസിനെ ടൈപ്പ് 2ലേക്ക് മാറ്റുകയാണെങ്കിൽ, ടൈപ്പ് 2 എന്ന് പറയുമ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈഫ് വി വോക്ക് എന്നുള്ളത് എന്തായി മാറും? ഈഫ് വി വോക്ക്ഡ്. ഇപ്പോൾ ഈഫ് വി വോക്ക്ഡ് എന്ന് പറയുമ്പം ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി. അങ്ങനെ ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എങ്ങനെയാണ് കണ്ടീഷണൽ സെൻറ്റൻസിൽ വരിക? സബ്ജക്റ്റ് പ്ലസ് വുഡ്, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വി വൺ. അപ്പം നേരത്തെ നമ്മൾ വില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ക്യാന്, മേ, ഷോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതലായിട്ട് നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. അപ്പം മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് ഏതാണോ നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വില്ല ആയതുകൊണ്ട് വില്ല് വുഡായി മാറും. പക്ഷേ മെയിൻ വേർബിന് ഒരു മാറ്റവും വി വൺ തന്നെയാണ്, വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. അപ്പോൾ ഒരു എക്സാമ്പിളോടെ പറയാം. ഇഫ് ഇറ്റ് റെയിൻസ് ദ മാച്ച് വിൽ ബി പുട്ട് ഓഫ്. സെക്കൻഡ് ടൈപ്പിൽ വരുമ്പം, ഫസ്റ്റ് ടൈപ്പിലാണ് ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ടൈപ്പിൽ വരുമ്പം ഇഫ് ഇറ്റ് റെയിൻഡ് ദ മാച്ച് വുഡ് ബി പുട്ട് ഓഫ്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ റിയൽ കണ്ടീഷൻ ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ഇമാജിനറി കണ്ടീഷൻ ആയിരിക്കും. Okay, now let us move to the next page, page number 63. Complete the answers using the word or words in capital. One has been done for you. അപ്പോൾ നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് നിങ്ങൾ പിന്നെ ഈ ആൻസേഴ്സ് എഴുതേണ്ടത്. അത് യൂസ് ചെയ്യേണ്ട വേർഡുകൾ അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ വായിക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ബോയിലാണ്. ആൻസർ, ഇഫ് വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് വിൽ ബോയിൽ. അപ്പം ഇതേപോലെ ബാക്കി ഒരു 5 സെൻറ്റൻസ് ഉണ്ട്, അതുകൂടി നിങ്ങൾ എഴുതണം. 9th ആക്ടിവിറ്റിയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് അല്ലേ. പിന്നെ കണ്ടീഷണൽ ക്ലോസ്, കണ്ടീഷണൽ സെൻറ്റൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആ കണ്ടീഷണൽ സെൻറ്റൻസിനെ ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. An if clause often refers to a condition, something which must happen so that something else can happen. For example, oil floats if you pour it on water. Clauses of this kind are called conditional clauses. An if clause can come at the beginning or end of a sentence. When an if clause comes first, it is separated by a comma. If you eat too much, you will become fat. You will become fat if you eat too much. There are 3 types of if clauses. Type 1, Type 2 and Type 3. Type 1. Condition possible to fulfill.
Type 2, condition in theory possible to fulfill. Third one, condition not possible to fulfill because it's too late. Type 1 if ക്ലോസും മെയിൻ ക്ലോസും നമുക്ക് നോക്കാം. ടൈപ്പ് 1 എപ്പോഴും if ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. മെയിൻ ക്ലോസ് വിൽ ഫ്യൂച്ചർ ആയിരിക്കും. സെക്കൻഡിൽ ദാറ്റ് മീൻസ് സിമ്പിൾ if ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പം if ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ദെൻ മെയിൻ ക്ലോസ് ഫോളോഡ് സബ്ജക്റ്റ് പ്ലസ് would or should or could or might plus V1, would plus infinitive. Then third type if clause past perfect ആയിരിക്കും. Then main clause would have plus past participle ആണ്. Subject plus would have plus past participle. വേർബിൻ്റെ മൂന്നാമത്തെ ഫോം സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. മുകളിലുള്ള ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ പറഞ്ഞു. ടൈപ്പ് 1 വിൽ പ്ലസ് V1, ദെൻ ടൈപ്പ് 2 വുഡ് പ്ലസ് V1, ദെൻ തേർഡ് ടൈപ്പിലായപ്പം വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇഫ് ക്ലോസ് അറ്റ് ദ ബിഗിനിങ്ങിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ടൈപ്പ് 1, ഇഫ് I study, I will pass the exam. If I study is the if clause, I will pass the exam is the main clause. Next, type 2. If I studied, I would pass the exam. അപ്പം ആദ്യത്തെ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു, രണ്ടാമതായപ്പം അത് സിമ്പിൾ പാസ്റ്റ് ആയി. ഇഫ് ഐ സ്റ്റഡീഡ്, അപ്പം ഇഫ് ഐ സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീഡായി മാറി, പാസ്റ്റ് ടെൻസ് ആയി മാറി. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു? ഐ വുഡ് പാസ്, അപ്പം ഐ വിൽ പാസ് എന്നുള്ളത് ഐ വുഡ് പാസ്, വില്ല് വുഡായി മാറി. ദെൻ തേർഡ് ടൈപ്പ്, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പം ഏത് ടെൻസാണ്? ടൈപ്പ് 3 നമ്മൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ മെയിൻ ക്ലോസ് എന്തായി മാറി? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3, പാസ്ഡ് ആണ് വന്നിരിക്കുന്നത്. പാസിൻ്റെ സെക്കൻഡ് ഫോം പാസ്ഡ്, തേർഡ് ഫോമും പാസ്ഡ് ആണ്. ഐ വുഡ് ഹാവ് പാസ്ഡ്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്.